ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. മോളെ എനിക്കറിയാം മോളെ. മോള് വല്ലതും കഴിച്ചോ? കഴിച്ചു. സുഭാഷ് ചേട്ടൻ കഴിച്ചോ? കഴിച്ചു. ഞാൻ രാവിലെ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയപ്പോഴും നിന്നെക്കുറിച്ച് ഓർത്തു. ദോശയും ഓംപ്ലേറ്റും കൂട്ടി കഴിക്കുന്ന ആളല്ലയോ നീ? ശരി മോളെ, ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്നെ എപ്പോഴെങ്കിലും വിളിക്കാം. നികേഷിന് എങ്ങനെയുണ്ട്? അവൻ നന്നായി ഇരിക്കുന്നു. അവന് വിഷമമൊന്നുമില്ലല്ലോ? അവന് വിഷമം കാണാതിരിക്കുമോ? അത് സാരമില്ല, പോകെ പോകെ ശരിയായിക്കോളും. അവനെ അന്വേഷിച്ചെന്ന് പറയണേ. ആ പറയാം. പിന്നെ മോളെ, കഴിഞ്ഞതോർത്തൊന്നും വിഷമിക്കരുത്. നന്നായി ഉറങ്ങി, നന്നായി ആഹാരം കഴിച്ച് ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ വെക്കട്ടെ. ശരി എന്നാൽ. ആണെങ്കിൽ സുഭാഷ് ചേട്ടൻ പണി കഴിഞ്ഞ് വരുന്നത്. ഇവിടെ എല്ലാവരും എന്തിയെ? എവിടെ പോയെന്നോ? നികേഷേ, സുധീഷേ, ഇനി നികേഷിനെയും കൊണ്ട് ആശുപത്രിയിലെങ്ങാനും പോയോ? സുധീഷേ, നികേഷ്, അയ്യോ മോന് പനിക്കുന്നുണ്ടല്ലോ. ഗുളികയൊന്നും കഴിച്ചില്ലേ? വയ്യാങ്കിൽ എന്നെ വിളിച്ചൂടായിരുന്നോ? എടാ സുധീഷേ, സുധീഷേട്ട ഇവിടെ ഇല്ല. രാവിലെ തന്നെ പോയതാ. നീ രാവിലെ തന്നെ പോയെന്നോ? നീ ഇവിടെ രാവിലെ മുതൽ ഒറ്റയ്ക്കായിരുന്നോ? ഇവൻ എന്ത് പണിയാ കാണിച്ചത്? നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. ഞാനിപ്പം വരാം. ഗുളിക എടുത്തോണ്ട് വന്ന് സുഭാഷ് ചേട്ടൻ നികേഷിന് കൊടുക്കുന്നു, കഴിപ്പിക്കുന്നു. ഇങ്ങനെ പനിക്കുന്ന ആളിനെ വീട്ടിൽ തനിച്ചാക്കി പോവണമെങ്കിൽ അവൻ്റെ എന്ത് മനസ്സായിരിക്കും? അവനിഞ്ഞ് വരട്ടെ, അവന് നല്ലത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് പനി നിൽക്കാൻ പോകുന്നില്ല. നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് വരാം. വേണ്ട സുഭാഷ് ചേട്ടാ, അത് പറ്റില്ല. ബാ, എണീറ്റ് ബാ. പിന്നെ കാണിക്കുന്നത് ഹോസ്റ്റലാണ്. ഇയാൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. ബോയ് ഫ്രണ്ടായാൽ ഇങ്ങനെ വേണം. എനിക്കും ഉണ്ട് ഒരു ബോയ് ഫ്രണ്ട്. ഒട്ടും റൊമാൻറ്റിക് അല്ല, മരയൊന്ത്. ഇന്നാളൊരു ദിവസം ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഓഹരി വീണി ഇടിയുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കിഴങ്ങൻ. ഇത് നോക്ക്, തനിക്ക് തരാൻ വേണ്ടി തൻ്റെ റിലേറ്റീവ് ഇവരെ കൊടുത്തിട്ട് പോയതാണ്. ആര്? സുധീഷോ? സുധീഷ് എന്നാണ് പേര് നല്ല പേരാണല്ലോ. ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടോട് വഴക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ പൊന്നാലെ പോയി മിണ്ടണം. സുധീഷിന് നല്ല സ്നേഹമാണ് നിധിയോട്. ഇങ്ങനെ നടന്ന് സോറി പറയുമല്ലേ? താഴ്ന്നു കിടന്ന് സോറി പറയുമല്ലേ? ഇത് കിട്ടാനും ഒരു ഭാഗ്യം വേണം. ഇത് കണ്ടാലേ അറിയാം ജെനുവനായ ഒരാളാണെന്ന്. അത്രമാത്രം എന്ത് തെറ്റാണ് അയാൾ ചെയ്തത്? നിങ്ങളുടെ ഇടയിൽ എന്താ പ്രശ്നം? സോറി പറഞ്ഞിട്ട് നീ എന്താ വിട്ടുകൊടുക്കാത്തത്? ഒന്നും മിണ്ടാതെ അകത്ത് കയറി പോകുന്നു. അവിടെ ചെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോഴത്തേന് റോഡിൽ ഒരു പോസ്റ്റർ സോറി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേന് കൂട്ടുകാരി വരുന്നു. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? വന്നോളൂ. അയാളെന്താ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോയത്? എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അതോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണോ? അതുകൊണ്ടൊന്നും അല്ല. എനിക്ക് ഇവിടുത്തെ ഫുഡ് അധികം ഇഷ്ടപ്പെട്ടില്ല. അത് തൻ്റെ കഴിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം. ഇന്ന് സോറി പറഞ്ഞ ആൾ അന്ന് ഓഫീസിൽ വന്ന് ബഹളം പറ്റിയപ്പോഴേ എനിക്കറിയാം തന്നോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. റിലേറ്റീവ് എന്ന് വെച്ചാൽ തൻ്റെ അമ്മാവൻ്റെ മോനാണോ? ക്ഷമിക്കാതിരിക്കാൻ എന്ത് തെറ്റാണ് അയാൾ ചെയ്തത്? അതൊന്നുമില്ല. അയാളെ കാണാനും നല്ലത്. തെറ്റ് ചെയ്തിട്ട് പുറകെ നടന്ന് സോറി ചോദിക്കുന്നില്ലേ? ക്ഷമിക്കാൻ എന്താ ഇത്ര ആലോചിക്കുന്നത്? മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട. നിൻ്റെ കൂടെ ഹോസ്റ്റലിലും നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതും അല്ലേ? ഇങ്ങനെ ഒരാളെ വേണ്ടാന്ന് വെക്കാൻ എന്താ കാര്യം? ലവ്വോ പ്രേമോ ഒന്നും അല്ല. അയാളുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് മാപ്പ് ചോദിച്ചു വരുന്നു, അത്രമാത്രം. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വന്ന് പറഞ്ഞ കാര്യം, കൂട്ടുകാരികൾ പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. സുഭാഷ് ചേട്ടനും ഹരീഷും കൂടെ നികേഷിനെ ആശുപത്രി കൊണ്ടുവരുന്നു. നീ ഇവിടെ ഇരിക്കും. നിങ്ങൾ എവിടെ പോയതാ? എന്താടാ നിനക്ക് പറ്റിയത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. എനിക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. ഞാൻ ഇവനോടല്ലേ ചോദിച്ചത്? നിനക്കെന്തിന് ദേഷ്യം കയറി വരണം? എന്താടാ പറ്റിയത്? നീ ഇത് കുടിച്ചിട്ട് നമുക്ക് കഴിക്കാനുണ്ടാക്കാം. അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കാം. എന്താടാ പറയടാ നികേഷേ. നിനക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നോ? എടാ, തനിക്ക് ബോധവും വിവരമുണ്ടോ? നോക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് പറയണമായിരുന്നു. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ജോലിക്ക് പോയത്? നീ കഞ്ഞിയും മരുന്നും വെള്ളമൊക്കെ കൃത്യസമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവിടെ ആക്കിയിട്ട് പോയത്? നീ ഇവനെ ഇവിടെ ആക്കിയിട്ട് നീ എങ്ങോട്ടാ പോയത്? ഈ കുട്ടിയെ നീ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടാണ് പോയത്? ഇവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ചെറിയ കുട്ടി വലിയ കുട്ടിയൊന്നുമില്ല. അസുഖം വരുമ്പോൾ ആരെങ്കിലും അടുത്ത് വേണം. നീ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? നീ ഇവിടെ ഇരിക്കുകയെങ്കിലും ചെയ്യണ്ടയോ? വൈകിട്ട് സുഭാഷ് ചേട്ടൻ വന്നപ്പോൾ പനിച്ച് വിറച്ച് കിടക്കുക. വൈകിട്ട് പോയി ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരിക. കുറച്ചു നേരം കഴിഞ്ഞാൽ അവൻ ബോധം കെട്ട് വീണേനെ. ആണോ നികേഷ്? ആണോന്നോ? അല്ല, ഞങ്ങൾ പോയി അവനെ കൊണ്ട് കാഴ്ച കാണിച്ചിട്ട് വരുക. സുധീഷ്, നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നീ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറരുത്. ഇവനെ നോക്കാൻ നിന്നോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, നീ ഇങ്ങോട്ട് പറഞ്ഞതാണ്. നിനക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെങ്കിൽ നീ എന്നെ വിളിച്ച് പറയണമായിരുന്നു. അവൻ്റെ ഈ ഫോണില്ലേ, സീരിയസ് ആണെന്ന് എന്നെ വിളിച്ചൊന്ന് പറയാമായിരുന്നല്ലോ. സീരിയസ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. എന്താണ് എന്നെ ഒന്ന് വിളിച്ച് പറയാഞ്ഞത്? സുധീഷ് ഏട്ടനൊന്ന് പോവാൻ നോക്ക്. എൻ്റെ അടുത്ത് മിണ്ടാൻ വരരുത്. അന്ന് ഏട്ടത്തി എനിക്ക് പനിയായപ്പോൾ എന്ത് കാര്യമായിട്ടാണ് നോക്കിയതെന്ന് അറിയാമോ? ഏട്ടത്തി പോവാനുള്ള കാരണവും നിങ്ങൾ തന്നെയല്ലയോ? എന്നാടാ ഇത്ര ഏട്ടത്തി ആയത്? ഞാൻ കൊണ്ടുവന്നിട്ടല്ലേ നിൻ്റെ ഏട്ടത്തി ആയത്? സുഭാഷ് ഏട്ടൻ്റെ അനിയത്തിയും ആയത്. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ആ ബോധ്യം വേണം. എന്നെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് പോയോണ്ട് നിങ്ങളെ വേണ്ടാന്ന അർത്ഥം. നിങ്ങൾ കാരണം ഏട്ടത്തി പോയത്. നിങ്ങളൊരു ഫ്രോഡാണ്. നാക്കെടുത്താൽ നുണയെ പറയല്ലോ. ഏട്ടത്തിയോട് മോശമായി പെരുമാറിയതുകൊണ്ടല്ലേ ഏട്ടത്തി പോയത്. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നികേഷിൻ്റെ തലയിൽ തട്ടുന്നു. അപ്പോൾ ഹരീഷ് വന്ന് സുധീഷിനെ തള്ളി മാറ്റുന്നു. നിങ്ങൾ എന്തിനാ അവനെ അടിക്കാൻ പോകുന്നത്? ആശുപത്രി പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. നീ എന്തിനാ എന്നെ തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണവും തള്ളി കൂടുന്നു. അപ്പോഴത്തേന് സുഭാഷ് ഏട്ടൻ പറയുന്നു, ഒന്ന് നിർത്തടാ, നിങ്ങൾക്കൊക്കെ നാണമില്ലയോ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ എങ്ങനെ ആയാലും എന്ത്?
ബാടാ നികേഷ്, അവന്മാർ തല്ലുകയോ തലമുറിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ. വാ, നീ ഇവിടെ വന്ന് കിടക്ക്. ഞാൻ നിനക്ക് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വരാം, നീ ഇവിടെ കിടന്നു. നികേഷ് കരയുന്നു. അപ്പോഴത്തേന് നിധിയെ ഫോൺ ചെയ്യുന്നു. നിധിയാണെങ്കിൽ എടുക്കുന്നില്ല, ബാത്റൂമിലാണ്. തിരിച്ചു വരുമ്പോൾ നിധി വിളിക്കുമ്പോഴത്തേനും നികേഷും എടുക്കുന്നില്ല. പിന്നെ നിധി വീഡിയോ കോൾ ചെയ്യുന്നു. നികേഷ് കോൾ എടുക്കുന്നത്. നിനക്ക് എന്ത് പറ്റിയോ? ഒന്നുമില്ല. നീ എന്തിനാ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ വെറുതെ വിളിച്ചതാണ് ഏട്ടത്തി. നിനക്കെന്താ വയ്യോ? ചെറിയൊരു പനിയുണ്ട്. സുഭാഷ് ഏട്ടൻ ഡോക്ടറിനെ കാണിച്ചിട്ട് വരുവാണ്. അതിനെന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ എന്തിനാടാ കരയുന്നത്? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ വെക്കുവാണേ. ഏട്ടത്തിക്ക് സുഖമല്ലേ? ഏട്ടത്തി പോയപ്പം പഴയ പോലെയായി ഈ വീട്, പഴയ ആൾക്കാർ. നീ വിഷമിക്കരുത് നികേഷ്, എനിക്ക് വിഷമമൊന്നുമില്ല. എവിടെയായാലും ഏട്ടത്തി സുഖമായി ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. ഏട്ടത്തി, ഞാൻ ഇന്നലെ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു. അന്ന് ഫോട്ടോ കണ്ട് അതേ സാരി, മുഖം മാത്രം പക്ഷേ ഏട്ടത്തിയുടെ ആയിരുന്നു. അപ്പോഴത്തേന് നികേഷ് കരയുന്നു. നീ കരയണ്ട, എന്നാൽ ശരി വെക്ക്. നിധിയും അത് കഴിയുമ്പോൾ കരയുന്നു. രാവിലെ നിധി ഓട്ട പിടിച്ച് വരുന്നു. അപ്പോൾ അച്ഛൻ വാതൊക്കെ ഇരിപ്പുണ്ട്. വാ, കയറി വാ. വാ, എവിടെ പെട്ടി എവിടെ? ഞാൻ അന്ന് പറഞ്ഞില്ലേ, അവനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തത് ഞാനാണ്. മതി, നിർത്ത്. അയ്യോ, ഏട്ടത്തി വന്നു. സുഭാഷ് ഏട്ടാ, ഏട്ടത്തി വന്നു. ഏട്ടത്തിക്ക് സുഖമല്ലേ? അതെ ഹരീഷ്, നിനക്ക് സുഖമല്ലേ? സുഖമാ. ആ ഏട്ടത്തി, കയറി വാ. അച്ഛൻ മനസ്സിൽ ഓർക്കുന്നു, മര്യാദയ്ക്കൊരു സോറി പറയാൻ ഒരു അവസരം കിട്ടിയില്ല. നികേഷ് എണീരടാ. അപ്പോൾ സുധീഷ് വരുന്നു. അയ്യോ നിധി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ ഏട്ടത്തി എപ്പോൾ വന്നോ? നിനക്കെന്താ ചെറിയ കുട്ടികളെ പോലെ പനി? നീ ഭക്ഷണം കഴിച്ചില്ലേ? നീ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇവന് പനിയാണെന്ന് മോളെങ്ങനെ മനസ്സിലാക്കി? അത് സുഭാഷ് ഏട്ടൻ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. സുഭാഷ് ഏട്ടൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. നിന്നെയും കൂടെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി. നിധി നെറ്റി തൊട്ട് നോക്കുന്നു. എന്നെ ഇപ്പോഴും നല്ലോണക്ക് പൊള്ളുന്നുണ്ടല്ലോ. ഇന്നലെയും കൂടി ആശുപത്രി കാണിച്ച് വന്നതാ. നീ മുടങ്ങാതെ മരുന്ന് കഴിക്കണം കേട്ടോ. ഏട്ടത്തി വന്നില്ലേ, ഇനി എനിക്ക് പനി മാറിക്കോളും. നിധി എങ്ങനെയാ വന്നത്? മോളെ, ഞാൻ ചായ എടുക്കട്ടെ? എടുക്കാം സുഭാഷ് ഏട്ടാ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.